Today we can see one more problem in query optimization. Consider three tables: course, student, and enrollment. Identify one initial canonical tree for the following SQL expression and optimize it. Query: select S dot name, S dot address, E dot grade from course, student, and enrollment. The condition given: student dot roll number is equal to enrollment dot roll number, and the course dot course number is equal to enrollment dot course number, and course name is equal to PDBD. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇനീഷ്യൽ കനോണിക്കൽ ട്രീ ഫോം ചെയ്യും. ഇനീഷ്യൽ കനോണിക്കൽ ട്രീ എങ്ങനെ ഫോം ചെയ്യാം? ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് റിലേഷണൽ ഓൾജിബ്ര ക്വറി. റിലേഷണൽ ഓൾജിബ്ര ക്വറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് തന്നെ ഒരു ഡയറക്റ്റ് എസ്ക്യൂഎല്ലിൽ വരയ്ക്കാം. ഒരു കനോണിക്കൽ ട്രീ ഫോം ചെയ്യും, ഒരു ക്വറി ട്രീ ഫോം ചെയ്യും. ദിസ് ഈസ് ദ കനോണിക്കൽ ട്രീ. സ്റ്റുഡൻറ്റും എൻറോൾമെന്റും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തു. എന്തിന്? വീണ്ടും കോഴ്സ് വെച്ച് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു. ദെൻ വി അപ്ലൈ ദ സെലക്ഷൻ, ദെൻ വി അപ്ലൈ ദ പ്രൊജക്ഷൻ. ഇത് തന്നെ ഓർഡർ ആണെന്ന് ഒരു നിർബന്ധമില്ല. ഈ കോഴ്സ്, സ്റ്റുഡന്റ്, എൻറോൾമെന്റിന്റെ ഒക്കെ ഓർഡർ മാറി വരാം. ആദ്യം കോഴ്സ് എൻറോൾമെന്റും കൂടി വേണമെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യാം, എന്നിട്ട് സ്റ്റുഡന്റ് വെച്ച് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും കനോണിക്കൽ ട്രീ പോസിബിൾ ആണ്. ഇത് കൂടുതൽ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ സെലക്ഷനെ അപ്ലൈ ചെയ്യുന്നു. മൂവിങ് ഡൗൺ ദ സെലക്ഷൻ ഓപ്പറേറ്റർ. നമുക്കറിയാം സ്റ്റുഡന്റിൽ ഉള്ള സെലക്ഷൻ, ദാറ്റ് ഈസ് സ്റ്റുഡന്റ് ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു ഇ ഡോട്ട് റോൾ നമ്പർ എന്ന് പറയുന്ന സെലക്ഷൻ ഉണ്ട്. അതുപോലെ എൻറോൾമെന്റ്, സോ ഇത് രണ്ടും കൂടി എൻറോൾമെന്റ് സ്റ്റുഡന്റും കൂടി കമ്പൈൻ ചെയ്ത് സെലക്ഷൻ ആദ്യം അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ കോഴ്സില് കോഴ്സ് നെയിം PDBD എന്ന് പറയുന്ന സെലക്ഷൻ അപ്ലൈ ചെയ്തു. സോ ആ സെലക്ഷൻ അപ്ലൈ ചെയ്ത റിലേഷനും ഓൾറെഡി ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റുഡന്റും എൻറോൾമെന്റും കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന റിലേഷനെയും കൂടി എഗെയിൻ വീണ്ടും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുന്നു. ആ കിട്ടുന്ന റിസൾട്ടിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? കോഴ്സ് ഡോട്ട് കോഴ്സ് നമ്പർ ഇസ് ഈക്വൽ ടു എൻറോൾമെന്റ് ഡോട്ട് കോഴ്സ് നമ്പർ എന്ന് പറയുന്ന സെലക്ഷൻ അപ്ലൈ ചെയ്യുന്നു. ദെൻ അതിനകത്ത് നിന്ന് പ്രൊജക്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് നമ്മൾ റിലേഷൻസിനെ ഒന്ന് ഓർഡർ ചെയ്യുന്നു. ഈ റിലേഷൻസിനെ എന്തിനാണ് ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ജോയിൻ, ഇതുപോലുള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് അസോസിയേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ബി, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് സി എന്ന് പറയുന്നത് എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ബി, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് സി എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് ഇവിടെ സ്റ്റുഡന്റും എൻറോൾമെന്റും കൂടിയാണ് ആദ്യം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ആ റിസൾട്ടിനെ വീണ്ടും കോഴ്സ് വെച്ച് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് കോഴ്സ് വന്നെങ്കിലും കോഴ്സിന്റെ സ്ഥാനത്ത് സ്റ്റുഡന്റ് വരികയും ചെയ്താലും സെയിം ഇഫക്റ്റ് തന്നെയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഗുണം? അതെ, ഈ സ്റ്റുഡന്റ് എപ്പോഴും കൂടുതലായിരിക്കും, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എപ്പോഴും കൂടുതലായിരിക്കും, കോഴ്സിന്റെ നമ്പർ കുറവായിരിക്കും. അപ്പൊ കുറവുള്ളതിനെ ലോവർ ദ ട്രെയിൽ കൊണ്ടുവന്ന് അത്രയും സെലക്ഷൻസ് കുറഞ്ഞു കിട്ടും, കുറച്ച് ഒപ്റ്റിമൈസ്ഡ് ആവും. നിങ്ങൾക്ക് തന്നെ ഒരു എക്സാമ്പിൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എത്ര സാധാരണഗതിയിൽ ഒരു 1000-2000 സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജില് മാക്സിമം ഒരു 10 കോഴ്സ് ആയിരിക്കും ഉണ്ടാവും. സോ കോഴ്സും എൻറോൾമെന്റും കൂടി ആദ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. സോ കോഴ്സും എൻറോൾമെന്റും കൂടി ജോയിൻ ചെയ്തു. ആ റിസൾട്ടിനെ എന്തുകൊണ്ട് ചെയ്ത് സ്റ്റുഡന്റ് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ദെൻ ഇത് നമ്മൾ എന്താണ് പ്രൊജക്ഷൻ ഡൗൺ ചെയ്യിപ്പിക്കുന്നു. നമുക്കറിയാം ഈ കോഴ്സിൽ നിന്ന് എന്തുമാത്രം മതി? കോഴ്സ് നെയിമും കോഴ്സ് നമ്പറും മാത്രം മതി, അത് മാത്രം എടുക്കുന്നു. അതുപോലെ തന്നെ എൻറോൾമെന്റിൽ നമുക്ക് എൻറോൾമെന്റിന്റെ ഗ്രേഡും എൻറോൾമെന്റിന്റെ കോഴ്സ് നമ്പറും എൻറോൾമെന്റിൽ റോൾ നമ്പറും വേണം. സ്റ്റുഡന്റിന് സ്റ്റുഡന്റിന്റെ അഡ്രസ്, സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ നമ്പർ, അത്രയും മാത്രം പ്രൊജക്ട് ചെയ്യുന്നു. അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇനി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും ജോയിനും തമ്മിൽ കമ്പൈൻ ചെയ്ത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും
സെലക്ഷൻ തമ്മിൽ ജോയിൻ ചെയ്ത് ജോയിൻ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു ലാസ്റ്റ് സ്റ്റെപ്പിൽ. ഈ സ്റ്റെപ്സ് ഒന്നും ഓർഡറിലാവണമെന്നില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ കമ്പൈൻ ദ സെലക്ഷൻ ആൻഡ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ബൈ ജോയിൻ, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദ ഫൈനൽ ഒപ്റ്റിമൈസ്ഡ് ട്രീ.